പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ തമോഗർത്തം കണ്ടെത്തിയെന്ന പ്രതീക്ഷയിൽ ശാസ്ത്രജ്ഞർ. ജ്യോതിശാസ്ത്ര സിമുലേഷനുകളും ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്ന പ്രക്രിയയും ഉപയോഗിച്ചാണ് അതിപിണ്ഡ തമോഗർത്തത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. നമ്മുടെ നക്ഷത്രമായ സൂര്യൻ്റെ ഏകദേശം 3000 കോടി മടങ്ങ് പിണ്ഡമുണ്ടത്ര ഈ തമോഗർത്തത്തിന്. ഭൂമിയിൽ നിന്ന് ഏകദേശം 270 കോടി പ്രകാശവർഷം അകലെയുള്ള ആബൽ 1201 എന്ന താരാപഥത്തിൻ്റെ മധ്യത്തിലായാണ് ഈ തമോഗർത്തം സ്ഥിതി ചെയ്യുന്നത്. നാസ, ഡർഹാം സർവകലാശാല, മാക്സ് പ്ലാങ്ക് സർവകലാശാല എന്നിവർ ചേർന്നാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത്. തമോഗർത്തങ്ങൾ എന്ന പ്രപഞ്ച വസ്തുക്കൾ ഏറെ പ്രസിദ്ധമായവയാണ്. ഒരു വലിയ നക്ഷത്രം പല പരിണാമ ദശകങ്ങളിലൂടെ കടന്നു പോകുമെന്ന് നമുക്കറിയാം. ഒടുക്കം സൂപ്പർനോവ വിസ്ഫോടനം എന്ന ഭീകര സ്ഫോടനത്തിനു ശേഷം നക്ഷത്രങ്ങൾ മരിക്കുകയും അവയിൽ ചിലത് തമോഗർത്തം അഥവാ ബ്ലാക്ക് ഹോളുകളായി മാറുകയും ചെയ്യും. ചുറ്റുമുള്ള പദാർത്ഥങ്ങളെയും ഊർജത്തെയും വലിച്ചെടുക്കാനും ഇവ വിരുദ്ധരാണ്. പ്രകാശം പോലും ഇവയിൽ നിന്ന് പുറത്തു വരില്ല. എന്നാൽ ബ്ലാക്ക് ഹോളുകളെ വലയം ചെയ്തിരിക്കുന്ന പ്രകാശത്തിൽ നിന്ന് ഇവയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തമോഗർത്തം ഗയ BH1 ആണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 1560 പ്രകാശവർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു നക്ഷത്രവുമായി പങ്കാളിത്തം പുലർത്തിയാണ് ഈ തമോഗർത്തം നിലനിൽക്കുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് സമാനമാണ് ഈ നക്ഷത്രവും തമോഗർത്തവും തമ്മിലുള്ള ദൂരം. നമ്മുടെ സൗരയൂഥം ഉൾപ്പെടുന്ന താരാപഥമായിട്ടുള്ള മിൽക്കി വേയുടെ കേന്ദ്രഭാഗത്ത് സജിറ്റേറിയസ് A സ്റ്റാർ എന്ന അതിഭീമൻ തമോഗർത്തം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ചിത്രമെടുക്കാൻ ഗവേഷകർക്ക് സാധിച്ചിരുന്നു. ചന്ദ്രൻ്റെ ഉപരിതലത്തിലുള്ള കൊച്ചു കല്ലിൻ്റെ ചിത്രം ഭൂമിയിൽ നിന്ന് എടുക്കുന്നത്ര ദുഷ്കരമായിട്ടുള്ള പ്രവൃത്തിയാണിതെന്ന് അന്ന് ഗവേഷകർ പറഞ്ഞിരുന്നു. സജിറ്റേറിയസ് A സ്റ്റാറിൻ്റെ ചിത്രം എങ്ങനെയാണ് നമ്മൾ എടുത്തത് എന്നതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ എൻഡിങ്ങിൽ കൊടുക്കാം. 10,000 കോടി നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ സ്പൈറൽ ഗാലക്സിയായ മിൽക്കി വേ. ഏകദേശം 10 കോടിയോളം തമോഗർത്തങ്ങൾ ഉണ്ടെന്നാണ് ഇതിൽ കണക്ക്. 1980-ലാണ് മിൽക്കി വേയുടെ കേന്ദ്രഭാഗത്തെ തമോഗർത്തം കണ്ടെത്തപ്പെട്ടതും ഇതിനു പേര് നൽകിയതും. സജിറ്റേറിയസ് എന്ന താരാപഥവുമായി അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഈ തമോഗർത്തത്തിന് ആ പേര് ലഭിച്ചത്. സജിറ്റേറിയസ് A സ്റ്റാറിൻ്റെ കണ്ടെത്തലിന് റെയ്നഡ് ഗെൻസൽ, ആൻഡ്രിയ ഗെസ് എന്നിവർക്ക് പിൽക്കാലത്ത് നോബൽ സമ്മാനവും ലഭിച്ചിരുന്നു. നക്ഷത്രങ്ങളുടെ പരിണാമ ദശയ്ക്കൊടുവിലെ സൂപ്പർനോവ വിസ്ഫോടനത്തിന് ശേഷം പിണ്ഡമേറിയ നക്ഷത്രങ്ങൾ തമോഗർത്തങ്ങളായി മാറാറുണ്ട്. എന്നാൽ ഇവയിൽ പലതും ശരാശരി മധ്യനിര തമോഗർത്തങ്ങളാണ്. അതീവ പിണ്ഡമുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ സംഭവിക്കുന്നത് എങ്ങനെയെന്ന് ശാസ്ത്രജ്ഞർക്കിടയിൽ ഇന്നും തർക്ക വിഷയമാണ്. മധ്യനിരയിലുള്ള തമോഗർത്തങ്ങൾക്ക് ചുറ്റും അവർ പദാർത്ഥങ്ങളും ഊർജത്തെയും സ്വീകരിച്ച് വളരുന്നതാണ് ഇതെന്ന് ചില ശാസ്ത്രജ്ഞർ പറയുന്നു. 2 അതിലധികമോ ശരാശരി തമോഗർത്തങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകുന്നതാണെന്ന് മറ്റു ചില ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു.